വേദനയുടെയും വിശപ്പിന്റെയും കണ്ണീരിന്റെയും കഥകൾ നർമ്മത്തിന്റെ ആവരണമിട്ട് എഴുതിയ ആളാണ് ബഷീർ. അദ്ദേഹത്തിന്റെ പാത്തുമ്മയുടെ ആട് പോണു. അതാണല്ലോ സാറേ, പ്രിൻസിപ്പളാ. സാറേ, പ്രിൻസിപ്പൽ സാറേ, അതെന്താ വെച്ചാല് ഞാൻ ഹലോ സാറേ, എന്താ കളം ചവിട്ടി കളിക്കാണോ? ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്നലെ സാർ എന്ത് പണിയാ കാണിച്ചേ? 2 മണിക്കൂറാണ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തത്. വേണു എന്നെ കാത്തു നിന്നത്? എന്റെ സാറെ, ഹോട്ടലിലെ പറ്റി തീർക്കണം, പിന്നെ ഈ ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് ഫീ പുതുക്കണം. ശമ്പളം ഇന്നലെ തരാന്ന് വാക്ക് പറഞ്ഞില്ലേ മാഷ്? അതെ, ഇല്ലിക്കുന്ന് വരെ ഒന്ന് പോയി വേണം. ഇല്ലിക്കുന്നത്തും ആലമ്പാടത്തും നമ്മുടെ പാർട്ടി ഒന്നുകൂടി സ്ട്രോങ് ആവണം. നമ്മുടെ പാർട്ടിയോ മാഷെ? ഒന്നെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ പാരല കോളേജ്. ഈ കാശ് വെക്കുമ്പോഴുള്ള തപ്പിത്തടയുണ്ടല്ലോ, അത് ഞാൻ തരാവുന്നേ. കാശെടുക്ക്. അയ്യേ, എന്താ ഇരിക്കൽ പഠിക്കോ? ബീഡി ബാക്കി ഒളിപ്പിച്ചു. എന്റെ മാഷെ, ഇത് വെറും പഞ്ഞത്തരാണ്. ക്ലാസ്സിലേക്കല്ലേ മാഷെ? ഇത് വഞ്ചനയാണ്, ചൂഷണമാണ്. വർഗസമരം നടത്തുന്ന പാർട്ടിയുടെ പ്രതീകമാണത്രേ. ഒരു കാര്യം ഞാൻ പറഞ്ഞ, കാശ് തന്നില്ല കിട്ടല്ലോ, ഈ താടി മുഴുവൻ അടിച്ച് കഷണ്ടി തലയിൽ വെക്കും. എടാ ആപ്പിള് മോനെ, എന്താ എന്താ സമയത്ത് എന്നെ കയറി പിടിച്ചു. നീ അകത്ത് പോകാനല്ലേ പറഞ്ഞത്? കല്യാണം കഴിക്കാൻ പറഞ്ഞ കേൾക്കില്ല, എന്നിട്ട് രാത്രി അമ്മ വൃത്തി കാണിക്കാം. അതളിയ എന്നെന്നറിയോ? എന്താ സാർ? ഇവിടെ ഒന്നുമില്ല, പൊക്കോളൂ. യെസ് സാർ. എന്നാ പോയി ഉറങ്ങ്. അടുക്കള വൃത്തികെട്ടവൻ. അളിയന്റെ മുമ്പിൽ എന്റെ ചരിത്രവും പോയല്ലോ ഈശ്വര. ഇടപാട് പെട്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ? വേഗം തിരുമ്മിക്കോളൂ, ഇല്ലെങ്കിൽ കവള ആപ്പിൾ പോലെ ആകും.